12 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 13 കിലോമീറ്ററൊക്കെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി പ്രതീക്ഷിച്ചാൽ മതി. 2 ലിറ്റർ എഞ്ചിനാണ്. ശരിക്കും പഴയ ജീപ്പ് കോമ്പസ് ഓടിക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബെൻഡാക്സ് കയറി പിടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ആ ഒരു പ്രശ്നം നമുക്ക് 20% ഒരു പ്രൈസ് കുറച്ചപ്പോൾ, അതായത് ഇന്ത്യയിലെ ഒരു റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെ വന്നപ്പോൾ 20% കുറഞ്ഞല്ലോ. ആ ഒരു കുറവെന്ന് പറഞ്ഞ നമസ്കാരം, ആ കിടക്കുന്നത് ജീപ്പ് കോമ്പസ് ആണ്. ജീപ്പ് കോമ്പസിൻ്റെ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. അങ്ങനെ പറയുമ്പോൾ അതിലെന്താണ് പുതുമ തോന്നാം. 2017 മുതൽ ജീപ്പ് കോമ്പസ് നിരത്തിലുണ്ട്. ഓട്ടോമാറ്റിക്, ഓൾ വീൽ ഡ്രൈവ്, മാനുവൽ, പെട്രോൾ, ഡീസൽ, അങ്ങനെ പലവിധமான വേരിയൻറ്റുകളിൽ ഈ വണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഡീസലിന് ഓൾ വീൽ ഡ്രൈവിന് മാത്രമേ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നുള്ളൂ. 2020 മുതൽ അവർ ആ ഒരു പ്രശ്നം അങ്ങ് തിരുത്തി. പ്രശ്നം തിരുത്തി എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് ചെയ്ത്. ഒന്ന്, പെട്രോൾ വണ്ടി ഓൾ ടുഗദർ പിൻവലിച്ചു. ഡീസലിൽ 2 വീൽ ഡ്രൈവിന് ആ ഒരു ഓട്ടോമാറ്റിക് വേഷം കൊടുത്തു. അപ്പോൾ ആ ഒരു വേഷനാണിത്. വളരെ മൈന്യൂട്ട് ചേഞ്ചസ് ആ ഒരു രൂപത്തിലുള്ളൂ. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ജീപ്പ് കോമ്പസിൻ്റെ 2 വീൽ ഡ്രൈവിനൊന്ന് പരിചയപ്പെടാമെന്ന് പറയുമ്പോഴേ ഡ്രൈവാണ് മെയിൻ. കാരണം കാര്യമായിട്ട് മാറ്റങ്ങൾ രൂപത്തിലില്ലല്ലോ. എന്തായാലും വണ്ടിയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. വാ. ഈ കോമ്പസിൻ്റെ വില എന്ന് പറയുന്നത് 24 ലക്ഷം തുടങ്ങിയിട്ട് 30 ലക്ഷം രൂപ വരെയാണ് ഷോറൂം പ്രൈസ്. അങ്ങനെ പറയുമ്പോൾ ആ ഒരു 20% പ്രൈസ് കട്ടെന്ന് പറയുന്നത് തീർത്തും കാണാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഫ്രണ്ടിലെ ഒരു രൂപത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഗ്രില്ല് ഒരു ഇത്തിരി മുകളിലേക്ക് കയറ്റി വെച്ചു എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. വേറെ ഒന്നും തന്നെ ഇല്ല. സാധാരണ കാണുന്ന ആ ഒരു ജീപ്പ് കോമ്പസിൻ്റെ രൂപം തന്നെയാണ്. കണ്ട് ബോറടിച്ചോന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ ബോറടി ഉണ്ടായിട്ടില്ല. തീർത്തും ആ ഒരു ടൈംലെസ് എന്നൊക്കെ പറയാവുന്ന ഡിസൈൻ തന്നെയാണ് കോമ്പസിന്. ഇനി വശങ്ങളിലെ ആ ഒരു വീലിൻ്റെ ഡിസൈൻ പുതിയതാണ് കണ്ടോ. ഇതല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റണമെന്ന് തന്നെ പറയാനില്ല. ഇനി പിന്നിലും ഒന്ന് പോയി നോക്കാം വല്ലതും ഉണ്ടോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒന്നുമില്ല എന്ന് തന്നെയാണ്. തീർത്തും പഴയ ജീപ്പ് കോമ്പസിൻ്റെ ആ ഒരു പിൻവശം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെ പറയാം. അകത്തും ഡാഷ്ബോർഡൊക്കെ സെയിം ആണ്. തീർത്തും പഴയെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ജീപ്പ് കോമ്പസിൻ്റെ രൂപം തന്നെയാണ്, മാറ്റണമെന്ന് തന്നെ പറയാനില്ല. ഇനി ഇവിടെ ആ ഒരു 9 സ്പീഡ് ആ ഒരു ഗിയർ ലിവർ ഉണ്ടല്ലേ, ഇതാണ് പ്രധാനമായ മാറ്റം. ഓട്ടോ ഹോൾഡ് പോലുള്ള അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് പോലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ജീപ്പ് കോമ്പസിലെ 10.1 ഇഞ്ച് ഒരു മീഡിയ സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിൻ്റെ കാര്യം പറയുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആണ്. കൂടാതെ ഇൻബിൽറ്റ് നാവിഗേഷൻ ഉണ്ട്. ജീപ്പിൻ്റെ യു കണക്ട് ആപ്പ് വെച്ച് നമുക്ക് സാധാരണ പുതുതലമുറ വണ്ടികൾ കാണുന്ന എല്ലാതരം ഫീച്ചേഴ്സ് ഈ വണ്ടിക്ക് അവൈലബിൾ ആണെന്നുള്ള കാര്യം കൂടി ഉണ്ടെന്നുള്ളതാണ്. അതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നും തന്നെ ഈ ഡാഷ്ബോർഡിൽ പറയാനില്ല. ഇതാണ് ആ ഒരു മീറ്റർ ക്ലസ്റ്റർ. ജീപ്പ് കോമ്പസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് 2 ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിനാണ്, ടർബോ ഡീസൽ. ഇതിൻ്റെ കൂടെ ഒരു 9 സ്പീഡ് ഓട്ടോമാറ്റിക്കും ടോർക്ക് കൺവേർട്ടറും. അപ്പം 168 PS പവറും 350 എണ്ണം ടോർക്കുള്ള ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ശരിക്കും കൂട്ടാണ് ഓടിക്കാന്നുള്ള കാര്യം പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് തീർത്തും നമ്മുടെ നാഷണൽ എഞ്ചിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മാരുതി സുസുക്കി, അതുപോലെ ഫിയറ്റ്, അതുപോലെ ഷെവർലെ, ടാറ്റ മോട്ടോഴ്സ്, അങ്ങനെ പല കമ്പനികളും യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു എഞ്ചിൻ്റെ, അതായത് 1.3 ലിറ്റർ എഞ്ചിൻ്റെ വലിയ എഞ്ചിൻ എന്ന് ഈ ഒരു 2 ലിറ്റർ എഞ്ചിന് പറയാം. എന്തായാലും ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റാണ്. ഒരു ഇത്തിരി എലഗൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻറ്റീരിയർ കൂടി കാണാം. ജീപ്പ് കോമ്പസിന് ശരിക്കും പെട്രോളിന് മാത്രമേ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നുള്ളൂ 2 വീൽ ഡ്രൈവിന്. ആ വണ്ടി കുറച്ച് ശോകമായിരുന്നു. ആ ഒരു 1.4 പെട്രോൾ എന്ന് പറയുന്നത് അത്ര ഫൺ ഫാക്ടറും ഇല്ലായിരുന്നു. പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിലും കുറച്ച് കുറവായതുകൊണ്ട് അത് അത്രയ്ക്കൊരു എളുപ്പമായിരുന്നില്ല കൊണ്ടുനടക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഡീസലിന് ഒരു 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നെങ്കിൽ സെയിൽ കൂടും, അല്ലെങ്കിൽ ആളുകളിലേക്ക് കുറച്ചുകൂടി ജീപ്പ് കോമ്പസ് എത്തും എന്നുള്ളത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വൈകി. അതായത് 2017 വന്നിട്ട് 2023 വരെ കാത്തിരിക്കേണ്ടി വന്നു 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് കിട്ടാനായിട്ട്. ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ഒരിത്തിരി ക്യാപ്പബിലിറ്റീസുള്ളൊരു വണ്ടിയാണത്. നമ്മൾ വാഗമണിൽ പോയിട്ട് ചെറിയൊരു ഓഫ് റോഡ് ഇവൻ്റൊക്കെ അറ്റൻഡ് ചെയ്യൊക്കെ ഉണ്ടായിട്ടുണ്ട്. ട്രെയിൻ ലോക്കിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും 2 വീൽ ഡ്രൈവിൻ്റെ ഒരു പുതിയ വണ്ടിയുടെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ എന്നുള്ളതാണ്. ആ ഡാമ്പറിൻ്റെ ഒരു സെറ്റിങ്സും അല്ലെങ്കിൽ ആ ഒരു സസ്പെൻഷൻ്റെ ഒരു സെറ്റിങ്സും ഒക്കെ കൂടിയിട്ട് ശരിക്കും ഓടിക്കുമ്പോൾ റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ജീപ്പ് കോമ്പസിൻ്റെ ഈ ഒരു മോഡൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പറയാം. സ്റ്റിയറിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ മികവൊക്കെ ഒരു SUV എന്ന ആ ഒരു നിലയ്ക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞ് പുകഴ്ത്തിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആയപ്പോൾ ഒരു ഇത്തിരി കൂടി ടാക്കിൾ ചെയ്യാൻ എളുപ്പമായി എന്ന് തന്നെ പറയാം. 12 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 13 കിലോമീറ്ററൊക്കെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി പ്രതീക്ഷിച്ചാൽ മതി. 2 ലിറ്റർ എഞ്ചിനാണ്, 9 സ്പീഡാണ് ആ ഒരു ഗിയർ ബോക്സ്, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്, ടോർക്ക് കൺവേർട്ടർ. ഷിഫ്റ്റൊക്കെ ശരിക്കും നല്ല ആ ഒരു പോയിൻ്റൊക്കെ കാലിബ്രേഷനൊക്കെ നല്ലതാണ്. നമ്മളൊന്ന് ചവിട്ടി എടുക്കുമ്പോൾ ശരിക്കും ആ ഒരു ഡൗൺ ചെയ്ത് കയറി പോകുന്ന ഒരു ഫീലൊക്കെ നമുക്ക് തീർത്തും കിട്ടുന്നുണ്ട്. ലൈറ്റ്നിങ് ഫാസ്റ്റ് ആണെന്നല്ല, പക്ഷേ വർക്ക് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ പാഡ് ഷിഫ്റ്റർ ഇല്ല. നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഡൗൺ ചെയ്ത് കയറാനോ അല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ ബ്രേക്ക് യൂസ് ചെയ്യാനോ പാഡ് ഷിഫ്റ്റർ ഇല്ല. പകരം നമ്മൾ ഗിയർ ലിവറിൽ ആ ഒരു പ്ലസ് മൈനസ് യൂസ് ചെയ്യണം. അതും
അത്യാവശ്യം നല്ല റെസ്പോൺസീവ് കേട്ടോ. എനിക്ക് ശരിക്കും ജീപ്പ് കോമ്പസിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് സ്റ്റിയറിംഗ് ആണ്, കൂടാതെ ആ ഒരു റൈഡ് ക്വാളിറ്റി മികച്ചതാണെന്ന് പറയാം. പ്രശ്നം അല്ലെങ്കിൽ ആകെയുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ ശരിക്കും 2017 മുതൽ കണ്ട് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ഡിസൈനിൽ കാര്യമായിട്ട് മാറ്റങ്ങളില്ല. ജീപ്പിൻ്റെ പോർട്ട്ഫോളിയോയിൽ ജനങ്ങളിലേക്ക് എത്തുന്ന നിലയ്ക്കുള്ള ആകെ ഒരു വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു ജീപ്പ് കോമ്പസ് ആണ്. അതിൻ്റെ മുകളിലുള്ള വണ്ടികളെന്ന് പറയുമ്പോൾ അത് ലക്ഷറി സെഗ്മെൻറ്റിലായി നമുക്കത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ആ ഒരു പ്രൈസിലേക്ക് വന്നു. 20 ലക്ഷത്തിൻ്റെ പുറത്ത് വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമൺ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാര, അർബൻ ക്രൂസ് ഹൈ റൈഡർ, കിയ സെൽറ്റോസ്, അങ്ങനെയുള്ള ഒരുപാട് വണ്ടികളുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് 24 ലക്ഷം രൂപ ഷോറൂം പ്രൈസിലാണ് ഈ ഒരു ജീപ്പ് കോമ്പസിൻ്റെ ബേസ് മോഡൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് മോഡലിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് എന്നുള്ളതാണ്. അപ്പോൾ 24 ലക്ഷം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 32 ലക്ഷം രൂപയോളമൊക്കെ ഓൺ റോഡ് പ്രൈസ് വരുന്ന നിലയിലേക്കാണ് ഈ ഒരു ജീപ്പ് കോമ്പസിൻ്റെ ഒരു പ്രൈസ്. 20% ആ ഒരു പ്രൈസ് കുറച്ചപ്പോൾ, അതായത് ഇന്ത്യയിലെ ആ ഒരു റിസർച്ചും ഡെവലപ്മെൻറ്റൊക്കെ വന്നപ്പോൾ 20% കുറഞ്ഞല്ലോ. ആ ഒരു കുറവെന്ന് പറയുന്നത് ജീപ്പിനെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആക്കി എന്നുള്ള കാര്യമുണ്ട് കോമ്പസിനെ. ഇപ്പോൾ ഡിസൈൻ ആ ടൈംലെസ് നമുക്ക് പറയുമെങ്കിലും നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടിട്ട് വരുന്നൊരു വണ്ടി എന്നുള്ള ഒരു കുറവുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ജീപ്പ് കോമ്പസിന് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു 20% പ്രൈസ് ഡൗൺ ആയി എന്നുള്ള ഗുണം, 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വന്നു എന്നുള്ള ഗുണം, ഈ രണ്ട് ഗുണങ്ങളും കോമ്പസിൻ്റെ കാര്യത്തിൽ മികവാണെന്ന് തന്നെ പറയേണ്ടതുണ്ട്. ശരിക്കും പഴയ ജീപ്പ് കോമ്പസ് ഓടിക്കാൻ തുടങ്ങുമ്പോൾ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബെൻഡാക്സ് കയറി പിടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ആ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു പുതിയ വണ്ടിയിൽ കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു ഗുണമായിട്ട് കാണാം. കാരണം അതൊരു ഇത്തിരി അനോയിങ് ആണ്. എനിക്ക് തോന്നുന്നു MG ആ ഒരു ഹെക്ടറിനും അതേ സൗണ്ട് ഉണ്ട്. ഈ 2 ലിറ്റർ മൾട്ടി ജെറ്റ് എഞ്ചിൻ്റെ ആ ഒരു കാര്യം നമുക്ക് അത്ര അപരിചിതമൊന്നുമല്ല. ശരിക്കും ഇന്ത്യയുടെ ആ ഒരു നാഷണൽ എഞ്ചിൻ എന്ന് ശരിക്കും ഫിയറ്റിൻ്റെ ആ ഒരു എഞ്ചിൻ നമ്മൾ പറഞ്ഞു, 2 ലിറ്റർ അല്ല, ചെറിയ എഞ്ചിനെ. പക്ഷേ 2 ലിറ്റർ ജീപ്പ് കോമ്പസിൽ വന്നപ്പോൾ ജീപ്പ് കോമ്പസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ എഞ്ചിൻ്റെ പെർഫോമൻസ് തന്നെയായിരുന്നു. ടാറ്റ സഫാരി, ടാറ്റ ഹൈലറിലൊക്കെ ഈ ഒരു എഞ്ചിൻ്റെ ആ ഒരു രൂപമുള്ള എഞ്ചിനുകളുണ്ട്. ശരിക്കും ഈ ഒരു വണ്ടിയുടെ റിഫൈൻമെൻറ്റ് നല്ലതാണ്. NVH ലെവൽ എന്ന് പറയുന്നത് തീർത്തും മികച്ചതാണ്. കാര്യമായിട്ട് അകത്തേക്ക് സൗണ്ടൊന്നും വരുന്നില്ല. ഡാമ്പിംഗ് ഒക്കെ നല്ലതാണ്. നല്ല സൈലൻ്റ് ആയിട്ടിരുന്ന് ഓടിക്കാൻ പറ്റും. അപ്പോൾ കൂടിയ RPM ആണെങ്കിലും വലിയ കാര്യമായിട്ട് അനോയിങ് അല്ലാത്ത ആ ഒരു രീതിക്കാണ് ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. സ്റ്റിയറിംഗ് നല്ലതാണ്, ഹാൻഡ്ലിംഗ് നല്ലതാണ്, റൈഡ് ക്വാളിറ്റി നല്ലതാണ്. റൈഡ് ക്വാളിറ്റിയുടെ കാര്യം ഒന്നുകൂടി പറഞ്ഞു. അപ്പോൾ മെറിഡിയനിലൊക്കെ കണ്ട ആ ഒരു 4 വീലുകളും ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചാട്ടവും കാര്യങ്ങളും നമുക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. തീർത്തും കുഷീനായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. എന്നാൽ ഒരു ഇത്തിരി കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ ആ ഒരു ഫൺ ഫാക്ടർ ഓടിക്കുമ്പോൾ നമുക്ക് നല്ല ആ ഒരു ഹാൻഡ്ലിംഗ് കിട്ടുന്നുണ്ട്. ബോഡി റോളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ മെറിഡിയനിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്, ബോഡി റോളിൻ്റെ കാര്യം തീർത്തും കുറവാണെന്നുള്ളത്. ഇതിനകത്ത് ആ ഒരു SUV കൈൻഡ് ഓഫ് വണ്ടികളുടെ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ തീരെ ഇല്ല എന്ന് പറഞ്ഞാലും അതിശയോക്തിയൊന്നുമില്ല കേട്ടോ. ഇനി സീറ്റുകളിൽ വെന്റിലേറ്റർ സീറ്റ് പോലുള്ള ഫംഗ്ഷൻസോ അല്ലെങ്കിൽ സൺറൂഫോ കാര്യങ്ങളോ നമുക്ക് വീണ്ടും ആവർത്തിക്കണ്ട. എന്നാലും കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ച് കൊണ്ടു നടക്കാവുന്ന ഒരു SUV ആണ് ജീപ്പ് കോമ്പസ്. അഡാസ് ഇല്ല. അഡാസ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം. ഇപ്പോൾ പുതിയ വണ്ടികളൊക്കെ അതുണ്ട്, പക്ഷേ ജീപ്പ് കോമ്പസിന് അതില്ല. എനിക്ക് തോന്നുന്നു അഡാസ് കേരളത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ മൊത്തത്തിൽ, എന്നാൽ കേരളത്തിൽ യൂസ്ലെസ് ആണ്, നമുക്ക് അത്ര യൂസ്ഫുൾ ആയ കാര്യമല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആളുകളുടെ ആ ഒരു ഇഷ്ടം പോലെ ഇരിക്കും. എനിക്ക് അഡാസ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഓടിക്കാനുള്ള സുഖവും എഞ്ചിൻ്റെ ഗിയർ ബോക്സിൻ്റെ ആ ഒരു ഫൺ ഫാക്ടറും ഉണ്ടെങ്കിൽ അഡാസ് പോലുള്ള ആ ഒരു ഫാൻസി ഫീച്ചേഴ്സ് ഒന്നും വേണ്ട എന്നുള്ളൊരു മൈൻഡിലുള്ള ആളാണ് ഞാൻ. എനിക്ക് ക്രൂസ് കൺട്രോൾ പോലും യൂസ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ കാലുകൊണ്ട് ചവിട്ടി ഓടിക്കുന്ന ഒരു ഫീൽ വേറെയാണ്. പക്ഷേ ഒരു വണ്ടി റിവ്യൂ ചെയ്യുന്ന ആളെന്ന് നിലയ്ക്ക്, അല്ലെങ്കിൽ വണ്ടിയുടെ കാര്യങ്ങൾ പറയുന്ന ആളെന്ന് നിലയ്ക്ക് അഡാസ് പോലുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതൊക്കെ നല്ലതാണ്. ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം എന്ന് പറയാറുണ്ട്. സ്റ്റിൽ അഡാസ് ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഒരു കാര്യത്തിൽ ഡ്രൈവിംഗ് ഫണ്ടിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെക്കാളൊക്കെ ഉപരി ഞാൻ കുറച്ചുകൂടി ആ ഒരു ഊന്നൽ കൊടുക്കാം. അതാണ് എൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം. 2 ലിറ്റർ ഡീസലിൻ്റെ ഒരു എഫിഷ്യൻസി ഇപ്പോൾ 12 മുതൽ 14 കിലോമീറ്റർ വരെ മൈലേജ് നമുക്ക് മാന്യമായിട്ട് ഓടിച്ചാൽ കിട്ടുന്നൊരു വണ്ടി. എന്നാൽ കാല് കൊടുത്താൽ പറന്ന് കയറി പോകുന്ന ഫീൽഡിലൊരു വണ്ടി. 168 PS പവർ ഉണ്ട്, 350 ടോർക്ക് ഉണ്ട്. അപ്പോൾ ടോർക്കും പവർക്ക് അത്യാവശ്യം നല്ല ആ ഒരു നമ്പേഴ്സാണ്. അതൊക്കെ ഉള്ളൊരു വണ്ടി, നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യുന്ന വണ്ടി. ആ ഒരു നിലയ്ക്ക് ഇപ്പോൾ രൂപത്തിൽ കുറച്ച് ആ ഒരു ടൈംലെസ് എന്ന് ഞാൻ പറയുമെങ്കിലും രൂപത്തിൽ വന്നിട്ടുള്ള ആ ഒരു കാണാനുള്ള ആ ഒരു കാഴ്ച 2017 മുതൽ ബോറടിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു തോന്നൽ, അതല്ലെങ്കിൽ ഈ അഡാസ് പോലുള്ള ഫാൻസി ഫീച്ചേഴ്സ് ഇല്ലാത്ത കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ജീപ്പ് കോമ്പസ് ഒരു മികച്ച ഓപ്ഷനാണ്. 20% പ്രൈസിൻ്റെ ആ ഒരു കുറവെന്ന് പറയുന്നത് ആ ഒരു വണ്ടിയുടെ വിലയിൽ കാര്യമായിട്ട് ഗുണം ചെയ്തിട്ടുള്ള കാര്യം കൂടിയുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു മികച്ച വണ്ടി എന്ന നിലയ്ക്ക് ഇപ്പോഴും നമുക്ക് ആ റോഡിൽ കാണാവുന്ന ഒരു വണ്ടിയാണ് ജീപ്പ് കോമ്പസ് എന്ന് നിസ്സംശയം പറയാം. അതാണ് ഈ വീഡിയോയുടെ അർത്ഥം. ചെയ്ത് ഒരുപാട് കാര്യങ്ങളും പറയാനില്ല. എനിക്ക് മെയിനായിട്ട് പറയേണ്ട കാര്യം ഉണ്ടാകുന്നത് ഇതിൻ്റെ ആ ഒരു ഗിയർ ബോക്സിൻ്റെ കാലിബ്രേഷനും ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയെ കുറിച്ചായിരുന്നു. നല്ല സ്റ്റിയറിംഗ് ഉള്ള, നല്ല ആ ഒരു ഹാൻഡ്ലിംഗ് ഉള്ള, നല്ല ആ ഒരു റൈഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ആ ഒരു ജീപ്പ് കോമ്പസ് എന്ന് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്കും നന്ദി, നമസ്കാരം.